ഞങ്ങളെല്ലാവരും കൂടി ഞായറാഴ്ച വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഒന്ന് മലയാറ്റൂർ പോയേണ്ട. മലയാറ്റൂർ അപ്പച്ചൻ്റെ ഒരു പെങ്ങളുണ്ട്. പെങ്ങളുടെ വീടാണ് മലയാറ്റൂർ കേട്ടോ. അപ്പൊ എന്താണ് ഇപ്പൊ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാച്ചന് വയ്യാന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ അച്ചാച്ചനൊന്നും കാണാൻ പോകാന്ന് ഓർത്തിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ഇറങ്ങിയേക്കണം കേട്ടോ. പിന്നെ അച്ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അപ്പച്ചന്, അതായത് അനുഷേട്ട അപ്പച്ചന് വയ്യാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പം അപ്പച്ചനെ നോക്കി വെച്ചൊക്കെ മുഴുവനും അച്ചാച്ചനാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച അമ്മച്ചി പറയാനായിരുന്നു, ശനിയാഴ്ച ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആശുപത്രിയിൽ അപ്പച്ചൻ കിടക്കണ നേരത്ത് അവിടെ പോയി നിന്ന് അച്ചാച്ചൻ നോക്കി 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് പിന്നെ തിങ്കളാഴ്ചയാണ് അമ്മച്ചി തിരിച്ച് ആശുപത്രിയിലോട്ടൊക്കെ പോണേന്ന് പറയുന്നത്. കാറിലൊക്കെ ഇരുന്ന് അങ്ങനെ പണ്ടത്തെ വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട അമ്മച്ചി. അപ്പോൾ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അച്ചാച്ചനോട്. അപ്പോൾ അച്ചാച്ചനെ കാണാൻ വേണ്ടിയിട്ട് വയ്യാന്ന് പറഞ്ഞപ്പം എല്ലാവരും കൂടി പോയിട്ടുണ്ട്. കുറേ നാളെത്തിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടേ തോന്നണം അവരുടെ വീട്ടിലോട്ട് അങ്ങനെ പോയിട്ട്. ഇത്രയും ദൂരം മാറി കിടക്കണതായിരുന്നു. പിന്നെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോകാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അവരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ വന്ന് നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു വർഷമാണ്. അവരും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ അവര് നമ്മളുടെ വീട്ടിൽ വെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഒന്നും കുടിക്കാണ്ടാണ്ട് നമ്മളിങ്ങനെ ഇറങ്ങിയത് മിക്കൂസിനെ കൊണ്ട്. പിന്നെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എവിടെ ചായക്കടയിൽ നല്ല വെച്ചാണ് മിക്കുൻ്റെ ഇരിപ്പ്. അപ്പോൾ പോഞ്ഞ വഴി മുഴുവനാണ് നോമ്പ് തുറക്കുന്ന സമയം ഇഷ്ടംപോലെ സ്നാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഉണ്ട് ഉന്നക്കായ വിൽക്കണപ്പോഴേക്കും അത് അവൻ കേട്ടിട്ട് പോലുമില്ല ഉന്നക്കായ. അങ്ങനെ 2-3 വാങ്ങിച്ചിട്ട് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ട്, പക്ഷെ മധുരമുള്ള സാധനങ്ങളൊന്നും മിക്കുവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കടി അടിച്ചപ്പോഴേക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് അതവിടെ സൈഡാക്കി. നമ്മളിപ്പോൾ ഏകദേശം നെടുമ്പാശ്ശേരി എത്താറായിട്ടാ. നെടുമ്പാശ്ശേരിയിൽ അപ്പോൾ ഫ്ലൈറ്റൊക്കെ അവിടെ പോകാൻ വേണ്ടിയിട്ട് കിടക്കണണ്ടിട്ടൊക്കെ മിക്കുന് ഭയങ്കര സന്തോഷമായി. മിക്കു ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കാണുന്നത്. നമ്മൾ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറസ്റ്റ് ഇങ്ങനെ ഉൾപ്രദേശത്തോട്ടാണ് പോകണം. അപ്പോൾ അവിടെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കണ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ കടകളും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് അഞ്ഞിത്തിരി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ടൗണിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോകാമെന്ന് ഓർത്തിട്ട് നമ്മൾ കടയിൽ കയറിയിട്ട് അപ്പോഴേക്കും മിക്കുവിന് വിശപ്പ് വീണ്ടും വന്നു. എന്തായാലും ഇപ്പോൾ ചായ കുടിക്കണ നേരമൊക്കെ കഴിഞ്ഞപ്പം ഇയാൾക്ക് ചായ കുടിക്കണ നേരത്തൊക്കെ കൃത്യമായിട്ട് ചായയും സ്നാക്ക് എന്തെങ്കിലും കഴിച്ചില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സമ്മതിക്കൂല. അപ്പം കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. പിന്നെ കുറേ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞേക്കേണ്ട. അമ്മച്ചി കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ, കാറിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം അമ്മച്ചിക്കുള്ള ചായ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങളും 2-3 ചായയൊക്കെ വാങ്ങിച്ച് ഞങ്ങളും കുടിക്കേണ്ട. 2 കൂടെ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അവിടെ ചെല്ലുംകൂട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നപ്പോഴേക്കും എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പനോട് പറഞ്ഞ് ഇതേ അപ്പം വാങ്ങിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കട്ടെ കേട്ടോ. കഴിക്കണണ്ട ഞാൻ വീട്ടിൽ നിന്ന് പട്ടിണി നടന്നിട്ട് വന്ന പോലെ ഉണ്ട് മിക്കുവിൻ്റെ പാട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട. അപ്പോൾ നോട്ടം മുഴുവനും ഈ ഡയറി മിൽക്ക് സിൽക്കുമ്മയും അല്ലാത്തമ്മയൊക്കെ ഉണ്ടാ. അങ്ങനെ നമ്മൾ അവർക്കുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനിയിപ്പം നല്ല രസമുണ്ട് പോണ വഴികൾ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി ലേറ്റായിപ്പോയി നമ്മൾ യാത്ര പുറപ്പെടാനായിട്ട്. നമ്മൾ കുറച്ചും കൂടി നേരത്തെ വന്നു വെച്ചെങ്കിൽ കാടിൻ്റെ ഭംഗി ഇതൊക്കെ ഒന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരായിരുന്നു. അപ്പം ഇനി പകലൊരു 2 ദിവസം കൂടുതൽ നേരത്തെ പോയിട്ട് വെക്കേഷനൊക്കെ ആകുമ്പോൾ പോവാന്ന് പറഞ്ഞ് നിൽക്കണേണ്. അപ്പം 2 ദിവസം ഒന്ന് അവിടെ പോയി നിൽക്കണം. ആ കാണുന്ന മല കണ്ട, ആ കാണുന്ന മലയിലാണ്ട നമ്മൾ മലയാറ്റൂർ മല ചവിട്ടി കയറൂലേ, ആ മലയൊക്കെ നമ്മളുടെ ഈ വീട്ടിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ മലയാറ്റൂർ മലയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം ഇതേപോലെ ഇങ്ങനെ കുറേ റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ കിടന്നിട്ടാണ് നമ്മൾ പോകണം. അപ്പം ഈ ഒരു ചെക്ക് പോസ്റ്റ് കിടന്നിട്ട് വേണം കേട്ടോ നമ്മൾ ആ വീട്ടിലോട്ട്, മലയാറ്റൂർ പോകണം ആ വീട്ടിലോട്ട് പോകാനായിട്ട്. ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. അങ്ങനെ ഇതൊക്കെ കിടന്ന് അനുചേട്ടൻ പണ്ടത്തെ ഒരു ഓർമ്മകളും കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പോണ പോക്കിനെ. കുഞ്ഞിലെ മുതലേ അപ്പച്ചനൊക്കെ ഇങ്ങനെ വയ്യാണ്ടൊക്കെ ഇരിക്കണ കാരണം മിക്ക ദിവസങ്ങളിലും മിക്ക സമയങ്ങളിലൊക്കെ അനുചേട്ടന് ചേട്ടന് ചേച്ചി എല്ലാവരൊക്കെ ഇവിടെ ഇരുന്ന് മലയാറ്റൂരായിരുന്നു. ഒരാഴ്ച നിന്ന് കഴിഞ്ഞിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും അടുത്ത ആൾ അടുത്ത ആഴ്ചക്ക് പോകും. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു റിലേറ്റായിട്ട് കിടക്കണ ഒരു സ്ഥലമാണ് ഈ മലയാറ്റൂർ. എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിലെ മുഴുവനും ബാല്യമൊക്കെ കടന്നു പോയേക്കണതൊക്കെ ഈ ഒരു മലയാറ്റൂർ ഈ ഒരു പ്രദേശത്തൊക്കെ ഉണ്ടാവും. വെള്ളം പോണ ഒരു വാട്ടർ ബണ്ടൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഇങ്ങനെ പോയിട്ട് എൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു വെള്ളക്കെട്ടും വെള്ളച്ചാലൊക്കെ പോലെയൊക്കെ ഉണ്ടിട്ട് അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. മഴയുടെ സമയത്തൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് അച്ചാച്ചനെയൊക്കെ കണ്ട്, അച്ചാച്ചന് ഇപ്പോൾ പെട്ടെന്നൊരു വയ്യായൊക്കെ വന്ന് പെട്ടെന്നൊരു
ഒരു വിഷമം കൂടുതലൊക്കെ ആയതാണ്. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അച്ചാച്ചനെയൊക്കെ കണ്ട് അച്ചാച്ചനെ അമ്മച്ചി സംസാരിച്ച് കൊണ്ടത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ പാടലാണ്ട് എടുക്കുന്ന അവിടുത്തെ പോയിക്കൊണ്ട് വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പിന്നെ പോയില്ല. അപ്പോഴാണ് ഇവിടെ 2 അണ്ണാകുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെയെങ്കിലും ഒരെണ്ണത്തിന് അടിച്ചു മാറ്റി കൊണ്ടുവരാൻ ഞാൻ പഠിച്ച പണി 18 നോക്കി. പക്ഷെ അവിടുത്തെ ജോമോൻ ചേട്ടൻ എനിക്ക് തന്നില്ല. ജോമോൻ ചേട്ടനോട് ഈ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ പ്രതിഷേധം അറിയിക്കണ. ജോമോൻ ചേട്ടൻ എന്തായാലും ഇന്ന് വീഡിയോ കാണും. അപ്പൊ എൻ്റെ വീഡിയോ എന്തായാലും വരുമെന്ന് ഓർത്ത് വെയിറ്റ് ചെയ്ത് അവരും നോക്കിയിരിക്കണ്ട. കുറച്ച് നേരമൊക്കെ അപ്പം അണ്ണാകുഞ്ഞുങ്ങളെ കളിപ്പിച്ച് 2 അണ്ണാകുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണത്തിന് എനിക്ക് താട്ടും പോട്ട് കുറേ നേരം ഞാൻ നടന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. നിക്കോസിനാണെങ്കിൽ ഇതിനൊക്കെ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അണ്ണാകുഞ്ഞിനെയൊക്കെ ഇത്ര ഇരുത്തായിട്ട് ലൈവായിട്ട് മിക്കൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. കുറേ നേരം അതിനൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കയ്യിലേക്ക് ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട. അപ്പം അവരുടെ പിള്ളേരോട്ടൊക്കെ അണ്ണാകുഞ്ഞ് ഭയങ്കരമായിട്ട് ഇണക്കമായി. അങ്ങനെ കുറേ നേരമൊക്കെ നമ്മൾ നിന്ന് അണ്ണാകുഞ്ഞിനെയൊക്കെ കളിപ്പിച്ച്. പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ട് ഇതേപോലെ ഒരു കുഞ്ഞണ്ണാൻ, അതിനെ ഇങ്ങനെ തുണിയുടെ ഇടയിലൊക്കെ കയറി നിന്നിട്ടൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. എൻ്റെ അമ്മച്ചി എന്നിട്ട് അറിയാണ്ട് അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നിട്ടത് ശ്വാസം മുട്ടി അങ്ങനെ പോയതാണ് എൻ്റെ കയ്യിൽ നിന്ന് ആ അണ്ണൻ. അപ്പോൾ ഒരു കൂടൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ആ കൂട്ടിലാണ് ഇങ്ങനെയൊക്കെ കയറി ഇറങ്ങി നടക്കും. ഇവിടെ ചുറ്റും കാടാണ് ട്ടാ. ഈ വീടിൻ്റെ ചുറ്റും കാടാണ്. അപ്പോൾ ഇഷ്ടംപോലെ അണ്ണാനും അണ്ണാന്മാരെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പം ഈ രാത്രി വന്നുകൊണ്ട് തന്നെ എനിക്കൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല, പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഒന്നും. വലിയ പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീടിൻ്റെ ചുറ്റും. പറഞ്ഞ നേരം കൊണ്ട് ഇരുട്ടായിട്ടാ. അപ്പോൾ ഇവിടുത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട നമ്മുടെ ജോമോൻ ചേട്ടൻ. ആ നിൽക്കണ പച്ച പിന്നെയായിട്ടാണ് ജോമോൻ ചേട്ടൻ. ഇനിയിപ്പോൾ അടുത്ത ചേട്ടൻ്റെ വീട് ഇവിടെ അരിയത്ത് തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കുറ്റാക്കുറ്റ കാടും ഈ സൈഡ് മുഴുവനും. ഇവിടെ ലൈറ്റും വെട്ടമൊന്നും ഇല്ല ഗൈസ്. അപ്പം ഞാൻ ഇരട്ടത്തെ കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലിനെയൊക്കെ കണ്ട സ്ഥലത്തെ കൂടി കണ്ട ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ വലിച്ചുകൊണ്ട് പോകും ദൈവത്തിന് അറിയാം കേട്ടോ. വലിച്ചുകൊണ്ട് പോയിരുന്നുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അടുത്ത വീട്ടിൽ വന്നേക്കേണ്ട. ഇവിടെ ചേട്ടന്മാരുടെ വീടുകൾ ഇങ്ങനെ താഴത്തും പൊക്കത്തും നടക്കും അങ്ങനെയൊക്കെയാണ്. അപ്പം അടുത്തൊരു ചേട്ടൻ്റെ വീട്ടിൽ വന്നേക്കേട്ട നമ്മൾ ഷാരൻ ചേട്ടൻ്റെ വീട്ടിൽ. അങ്ങനെ അച്ചാച്ചനെയും എല്ലാവരെയൊക്കെ കണ്ട് യാത്ര പറഞ്ഞിട്ട് രാത്രി യാത്രയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പം കൊടുങ്കാടിൻ്റെ നടുക്കെ കൂടിയാണ് തിരിച്ച് നമ്മൾ പോരേണ്ടതായിട്ട്. നല്ല രസമുണ്ട് ഈ സമയത്തൊക്കെ ഇതിലെ കൂടി ഇങ്ങനെ പോകുമ്പോൾ. സൂക്ഷിച്ച് നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാണാനും പറ്റും. അങ്ങനെ കടോരമായ വനത്തിലൂടെ നമ്മളിങ്ങനെ നടന്നു വരേണ്ട. കുറച്ചൊക്കെ ഞാൻ ബിൽട്ടപ്പെടുന്നുണ്ട്, വെറുതെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ബിൽട്ടപ്പെട്ടാണല്ലോ നിങ്ങളെയൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പം നമുക്കിപ്പോൾ മല കയറുന്ന സീസൺ കാരണം നമ്മൾക്ക് അടിവാരത്തൊന്നും പോയിക്കൊണ്ട് നേർച്ചയൊക്കെ ഇട്ടിട്ട് മുത്തിയിട്ടൊക്കെ വരാൻ ഓർത്തിട്ടാ. ആ ലൈറ്റ് പോലെ കാണുന്ന സ്ഥലം കണ്ട അതാണ് ആ മലമേണ് നമ്മളിങ്ങനെ മലയാറ്റൂർ മല കയറാൻ പോകുന്നൊക്കെ പറയൂലേ. അപ്പോൾ ഈ ഒരു സമയം സീസൺ കാരണം ഇഷ്ടംപോലെ കടകൾ സ്റ്റാളുകളൊക്കെ ലൈറ്റൊക്കെ ഓണാക്കി നിറയെ ആളും ബഹളവും ബസ്സും അങ്ങനെ മൊത്തം തിരക്കാണ്ട്. അപ്പോൾ താഴെ വന്നിട്ട് ഒന്ന് നിറച്ചിട്ടിട്ട് പോരാന്ന് ഓർത്തിട്ട് നമ്മൾ അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടണില്ല. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്നിട്ട് വേണം പോകാൻ. അപ്പം നമ്മൾക്ക് ഇനി അമ്മച്ചിനെയും കൊണ്ട് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ അല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ നിറച്ചിടാന്ന് ഓർത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാം. അങ്ങനെ കുറേ കടോരമായ വനങ്ങളിലൂടെയൊക്കെ നടന്നു പോയി കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു മ്ലാവിനെ കാണാൻ പറ്റി ഗൈസ്. പക്ഷെ മ്ലാവിനെ കാണാൻ സമയത്ത് ഫോൺ എൻ്റെ ബാഗിലായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് കുഴിമന്തി കഴിക്കാൻ പോണതാണ് കേട്ടോ. എവിടെയെങ്കിലും ഈ പിള്ളേരെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനടക്കം ഫസ്റ്റ് ആലോചിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കുഴിമന്തി കഴിക്കാൻ എവിടെയെങ്കിലും കയറാം. അങ്ങനെ നമ്മൾ കടകൾ നോക്കി ഓരോടും കിട്ടാണ്ട് അവസാനം പാറൂർ വന്നു കഴിഞ്ഞപ്പോൾ സ്ലൈസ് ഓഫ് സ്പൈസിലാണ് നമുക്ക് കടയിൽ കയറാനായിട്ട് പറ്റിയത്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ മറ്റേ പെരുന്നാളിൽ മറ്റേ ഊട്ട് നിറച്ച ഗിടി എടുക്കണ പോലെയാണ് തിരക്ക്. അവിടെ ഒട്ടും സ്പേസും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് ടോക്കൺ എടുത്തിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോൾ ടേബിൾ ഒഴിയുന്നതിനനുസരിച്ച് നമ്മളെ കയറ്റും. അങ്ങനെ നമ്മൾ മണിക്കൂറുകളോളം അവിടെ നിന്ന് ഭക്ഷണം കിട്ടാണ്ടൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവസാനം വീട്ടിലോട്ട് പാഴ്സലും വാങ്ങിച്ചിട്ട് തിരിച്ചു പോരേണ്ട. അപ്പോൾ ആ അമ്മച്ചിനെ വെറുതെ കഷ്ടപ്പെട്ട് അവിടെ ഇറക്കി ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ട് ഭക്ഷണം കിട്ടിയില്ല. അവസാനം തിരിച്ച് വീണ്ടും നടന്ന് കാറിൽ കയറ്റി. എന്തായാലും അമ്മച്ചിക്ക് ഇതൊരു എക്സ്പീരിയൻസുമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിൽ തന്നെ അടഞ്ഞുകൂട്ടി ഇങ്ങനെ ഇരിക്കണല്ലേ, വല്ലപ്പോഴൊക്കെ ഞങ്ങൾക്ക് അമ്മച്ചിനെ കൂട്ടിയിട്ട് ഇങ്ങനെ കാറൊക്കെ കിട്ടിക്കഴിയുമ്പോൾ പുറത്തോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും കൂടി സേഫായിട്ട് പോയി തിരിച്ച്
സന്തോഷമായിട്ട് നമ്മൾ എല്ലാവരും കൂടി വന്നിട്ട് കാറൊക്കെ അവിടെ ഇറക്കിയിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനിയിപ്പോൾ നടന്ന് വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് വണ്ടി കയറാത്തതുകൊണ്ടാണ് നമ്മൾക്ക് വണ്ടി ഒന്നും ഇല്ലാത്തത്. വണ്ടി വാങ്ങിച്ചിട്ടും എല്ലാവരുടെ പറമ്പിലൊക്കെ കൊണ്ടുവന്നിട്ടേണ്ട അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ അനക്കം കണ്ടപ്പോഴേക്കും ബ്രൂണോ അവിടെ തകർക്കേണ്ട നമ്മുടെ ഒച്ചയൊക്കെ കേട്ടപ്പോഴേക്കും. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മളിത് നമ്മളുടെ അടുക്കളയിലിട്ട് തിരിച്ചെത്തി ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾക്ക് കുഴിമന്തി തിന്നണം. കുഴിമന്തി അപ്പോൾ കുഴിമന്തി തിന്നാൻ വേണ്ടിയിട്ടുള്ള പാത്രമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തേക്കാം.